എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. ഞാനിത് കുറെ ദിവസം ആസ്വദിക്കരുത്. നമസ്കാരമുണ്ട്. എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറ് നമ്മൾ മലയാളിയോട് ചോദിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മലയാള സിനിമയിലെ പ്രസിദ്ധമായ ഒരു ഡയലോഗാണല്ലോ, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന്. അതാണ് അദ്ദേഹം നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത്. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഈ വിശേഷങ്ങളൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ച് അങ്ങനെ കഴിയായിരുന്നു എന്നാണ് ഇപ്പം അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. എന്തായാലും കുറേ കാര്യങ്ങളും കൂടെ ഈ പത്രപ്രവർത്തകരുമായി പങ്കുവെച്ചതിൻ്റെ വിശേഷം കൂടെ നമുക്കൊന്ന് അറിയണ്ടേ? കേട്ടു നോക്കാം നമുക്ക്. അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് IT വ്യവസായ വകുപ്പിന്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത്. ഞാൻ ചോദിക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ഓ എൻ്റെ സതീശൻ സാറേ, അതൊരു വല്ലാത്ത ചതിയായിപ്പോയി. ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നില്ല. അത് ശരിക്കും പിണറായി വിജയൻ്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടുകാണും. എന്തല്ലേ അദ്ദേഹം IT വകുപ്പ് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് എന്തിനാണ് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ആ ചോദ്യമുന ചെന്ന് നിൽക്കുന്നത് എവിടെയെന്നൊക്കെ സാധാരണ ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി സാറേ, ഈ IT വകുപ്പ് അല്ലേ, ചില അഴിമതികൾ, അതിൻ്റെ അന്വേഷണങ്ങൾ, അതൊക്കെ അല്ലേ സാർ ഉദ്ദേശിച്ചത്? സാറ് ബാക്കി കൂടെ പറയൂ സാറേ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ വേണം സാറേ, പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണം. ഇതുമാതിരി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പിണറായി വിജയൻ 100 ജന്മം എടുത്താൽ പോലും സാധിക്കുന്നു തോന്നുന്നില്ല. അമ്മാതിരി പ്രയോഗങ്ങളാണ് സാറ് നടത്തുന്നത്. ആ മോഡുലേഷൻ മാത്രം മതിയല്ലോ. എന്താണ് ശബ്ദത്തിൻ്റെ ആ വിന്യാസമൊക്കെ, അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ കേട്ടിരിക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. എന്തായാലും സാർ ബാക്കി കൂടെ പറഞ്ഞു കേട്ടാൽ ഞങ്ങൾക്ക് അതിൻ്റെ പൊരുളൊന്ന് മനസ്സിലായി കിട്ടും. സാർ പറയൂ സാറേ. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ പറയാറുണ്ടല്ലോ, ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ്. കറക്റ്റ് സാറേ, സൂക്ഷിച്ചു വേണം സാറേ സാറിൻ്റെ നേരെ കൈ ചൂണ്ടാൻ. അപ്പം അവരുടെ 4 വിരലുകൾ അവർക്ക് നേരെ ആയിരിക്കുമെന്ന് സാർ ഇവിടെ പറഞ്ഞു ഉറപ്പിച്ചല്ലോ സാറേ. ശരി, ബാക്കി ഇവിടെ പറയൂ സാറേ എന്ന് പറഞ്ഞേ. ക്ലിയർ ആയല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇനി? പറഞ്ഞോ, ഏത് സംശയം ചോദിച്ചോളാം. അതായത് ഒറ്റ മറുപടികളിൽ 29 വകുപ്പ് ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അടിപൊളി സാറേ, സാറിൻ്റെ പ്രയോഗം കലക്കി സാറേ. 29 വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്തിരുന്നു അല്ലേ സാറേ? അതിന് പോരാഞ്ഞിട്ടാണ് ഈ IT വകുപ്പും കൂടെ തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തം കൈക്കലാക്കി മറ്റേ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ സാർ? അതല്ലേ സൂചിപ്പിച്ച്? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണെന്ന് എല്ലാവർക്കും തോന്നുന്നു. അത്ര ഉത്തമ വിശ്വാസത്തിൽ അത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ സാറ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വരാറുണ്ട്. അത്രയും ഭംഗിയായിട്ട് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് കേട്ടാൽ സത്യത്തിൽ അഭിമാനം തോന്നിപ്പോവും. പക്ഷേ ഈ കാര്യത്തിൽ വെറുതെ ഒരു സംശയം തോന്നിയിട്ട് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി സാറേ. ഈ പിണറായി 2016 അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറായിരുന്നു. ആ സമയത്ത് തോന്നുന്ന IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാറ് ഈ വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു എന്നാണ് ധാരണ. അതിനു മുമ്പ് ഒരു CPM-ൻ്റെ മന്ത്രിസഭയുണ്ടായിരുന്നു. അന്ന് VS അച്യുതാനന്ദനായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി. ആ കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സാറായിരുന്നു ഈ IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ CPM-ൻ്റെ ഒരു കാലഘട്ടത്തിൽ IT വകുപ്പ് ഈ CPM തന്നെ കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ്റെ കാലത്ത് ആദ്യമായിട്ട് വന്നതല്ല എന്ന് മനസ്സിലാക്കാമല്ലോ അല്ലേ? ഇതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറിന് തിരുത്താം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തിരുത്താം. ഇനി VS അച്യുതാനന്ദൻ മുമ്പും ഒരു CPM മന്ത്രിസഭ 1996 തൊട്ടിട്ട് 2001 വരെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ വകുപ്പ് തന്നെ ഉണ്ടാവുന്നത്. 98 മറ്റോ ആണെന്ന് തോന്നുന്നു. അന്ന് EK നായനാരായിരുന്നു മുഖ്യമന്ത്രി. അന്നും ഈ IT വകുപ്പ് ആദ്യമായി വന്നപ്പോഴും കൈകാര്യം ചെയ്തിരുന്നത് EK നായനാർ സഖാവായിരുന്നു. അപ്പോൾ CPM ഭരിക്കുമ്പോഴൊക്കെ ഈ IT വകുപ്പ് CPM-ൻ്റെ മുഖ്യമന്ത്രിമാരാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമായി പിണറായി വിജയൻ എന്തോ ദുരുദ്ദേശത്തോടു കൂടി ഇത് നടപ്പിലാക്കി എന്ന് സാറ് പറയുമ്പോൾ ഒരു പത്രപ്രവർത്തകനും അവിടെ ഇരുന്ന ആള് ചോദിക്കുന്നില്ല ഈ ചോദ്യം. അവരൊക്കെ അങ്ങനെ അന്തം വിട്ട് ആ മാസ്മരിക ശക്തിയിൽ അങ്ങനെ ലയിച്ചു പോയി തിരിച്ചുള്ള ചോദ്യമൊന്നും ചോദിക്കില്ല. സാർ അവരോടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആദ്യമായിട്ടല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ AK ആൻ്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും AK ആൻ്റണി സാറ് ഈ IT വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഗൂഗിളിലൊക്കെ കാണുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ 2016 മുതൽ പിണറായി വിജയനായിരുന്നു ചെയ്തിരുന്നത്. അത് സാർ ഉദ്ദേശിക്കുന്ന പോലെ ആ ലൈൻ തിരിച്ചു വിടാൻ നോക്കിയപ്പോഴേ
മറ്റൊരു കാര്യം കൂടെ സാറ് പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ 29 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഈ പഴയ മുഖ്യമന്ത്രിമാരൊക്കെ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഒരു രസമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. സതീശൻ സാർ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റിൽ പറയാം. അതിനു മുമ്പ് ഈ പിണറായി വിജയൻ സാറ് ഏതാണ്ട് ഗൂഗിളിൽ കാണുന്ന 17 പ്രധാന വകുപ്പുകളും പിന്നെ മറ്റ് മന്ത്രിമാർക്ക് അലോട്ട് ചെയ്യാത്ത കുറേ വകുപ്പുകളും ചേർത്ത് ഏതാണ്ട് ഒരു 27-28 വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അത് സാറ് പറയുന്നത് ശരിയാണ്. അപ്പോൾ സാറിൻ്റെ ചൂണ്ടുവരൽ വളരെ ശരിയാണ്, ചൂണ്ടിയത് ശരിയാണ്. ഇനി തിരിച്ച് 4 കഥ പറയുന്നുണ്ടല്ലോ സാറ്. VS അച്യുതാനന്ദൻ കാലത്ത് ഏതാണ്ട് 18 വകുപ്പുകളും പിന്നെ മറ്റുള്ളവർക്ക് അലോക്കേറ്റ് ചെയ്യാത്ത വകുപ്പുകളും മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും കൈകാര്യം ചെയ്തിരുന്നു. AK ആന്റണി സാറിൻ്റെ കാലത്തും ഈ 18 വകുപ്പുകളും മറ്റുള്ളവർക്ക് അലോട്ട് ചെയ്യാത്ത ചില വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തും ഈ 18 വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു, പ്രധാന വകുപ്പുകളും പിന്നെ മറ്റുള്ളവർക്കുള്ളതും കൂടെ ചേർത്ത് 20-ലധികം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പം ഈ ഗൂഗിളിൽ ഒരു കാര്യം അടിച്ചു നോക്കി സാറേ, സാറിൻ്റെ കാലത്ത് സാർ എത്ര വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന്. ഗൂഗിൾ നുണ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് വേണമെങ്കിൽ കണ്ടോളൂ, അടിച്ചു നോക്കിയാൽ നമുക്കറിയാം. സാറിനും അടിച്ചു നോക്കാം, നമ്മുടെ പ്രേക്ഷകർക്കും അടിച്ചു നോക്കാം. സാറ് 35 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഈ ഗൂഗിൾ പറയുന്നത്. ഗൂഗിൾ നുണ പറയുകയായിരിക്കും അല്ലേ സാറേ? ആണെങ്കിൽ ഗൂഗിൾ തെറ്റാണ് പറയുന്നത്, അതൊരു ഫാക്ട് ചെക്കിന് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ അതിൽ അഭിപ്രായം പറയാം. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. ഇത് അതിൽ നോക്കിയേ നമുക്ക് തൽക്കാലം നിവൃത്തിയുള്ളൂ എന്നുകൊണ്ട്. അപ്പം ഈ ഒരു വിരൽ പിണറായി വിജയനെതിരെ ചൂണ്ടിയപ്പോൾ 4 വിരൽ സാറിന് നേരെ തിരിയുന്നു എന്നുള്ള ഒരു അപൂർവ കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും തിരിച്ചു ചോദിക്കാനുള്ള ഒരു കഴിവ് അവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകർക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ, അറിഞ്ഞിട്ടും പറയാത്തതാണോ, ചോദിക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും ഗംഭീരായി സാറേ. ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്ന് നമുക്ക് ചോദിക്കുകയല്ലാണ്ട് മറ്റു വഴികളൊന്നുമില്ല. കുറച്ചുകൂടെ സാറിന് ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതുകൂടെ കേട്ടിട്ട് നമുക്ക് നിർത്തുന്നതല്ലേ നല്ലത്. അതും കൂടെ നമുക്ക് കേട്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറേ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോഴാണ് അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാർ എത്ര നിഷ്കളങ്കരാണെന്ന് നോക്കൂ. അദ്ദേഹത്തിന് ഒരു വകുപ്പും വേണ്ടെന്നാണ് പാർട്ടിക്കാരോട് പറഞ്ഞത്. പാർട്ടിക്കാരാണ് നിർബന്ധിച്ച് ഏൽപ്പിച്ചത്. ആ ധനകാര്യമെങ്കിലും ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു വകുപ്പുമില്ലാതെ ഒരു മേൽനോട്ടൊക്കെ വഹിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ധനകാര്യ വകുപ്പെങ്കിലും ഒന്ന് നോക്കണമെന്ന് പറഞ്ഞത്. അതിൽ പാർട്ടിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ഇനി വലിയ ഡ്രീമൊക്കെ ആയിട്ട് വന്നതല്ലേ, അപ്പം എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അതെവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ ഒരാളെ കണ്ടെത്തിയതാണോ എന്നറിയില്ല. സ്വന്തം ഇഷ്ടത്തിനെടുത്തൊരു വകുപ്പുണ്ട്, അത് നമ്മുടെ പോർട്ടാണ്. അതൊരു സ്വപ്ന പദ്ധതിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കി ഒരു വകുപ്പില്ലെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോർട്ട് മതിയായിരുന്നു. കാരണം മിഷൻ സമുദ്ര എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ 5 വർഷം ഭരിക്കാനിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതല്ലേ. അപ്പം അതിൻ്റെ ഭാഗമല്ലേ നമ്മുടെ വിഴിഞ്ഞം എന്നൊക്കെയാണ് ചിലർ ഈ മറവിലിരുന്നു കൊണ്ടും തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ ചോദിക്കുന്നത്. എന്തായാലും അതിനുള്ള മറുപടി സാധാരണ പ്രവർത്തിച്ച് കാണിച്ചാൽ അത് ഇവർക്ക് മനസ്സിലാകും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.